ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. വണ്ടർഫുൾ ട്രാവൽസ് എന്ന ഈ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗുരുവായൂരപ്പൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിൽ പഴനിയിലുള്ള മുരുകനും. അപ്പോൾ നമ്മൾ ഇന്നൊരു കല്യാണത്തിന് പോവുകയാണ് പഴനിയിൽ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് പോവാം. ആ മലമുകളിൽ കാണുന്നതാണ് പഴനിമല മുരുകക്ഷേത്രം. അപ്പോൾ നമ്മൾ മുരുകൻ തൊഴാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും നമ്മൾ അവിടേക്ക് പോകുന്നതായിരിക്കും. ട്രെയിനിലാണെങ്കിൽ മിക്ക ബോഗിയും കാലിയായിരിക്കണം. ഏട്ടൻ എന്തോ പോയി മറ്റേ സീറ്റ് പിടിക്കുന്ന പോലെ ഫസ്റ്റേ പോയി അങ്ങ് കയറിയിരുന്നു എന്ന്. ഞങ്ങൾ പഴനിക്ക് പോകാനായിട്ട് ട്രെയിൻ കയറി. അവന് വീഡിയോയിൽ വരാൻ നാണക്കെടാൻ വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് എൻ്റെ വീഡിയോ എടുക്കണ്ടെന്ന് പറയുന്നു. പക്ഷെ ഞാൻ അവനെ തന്നെ വീഡിയോ എടുത്ത് ഫസ്റ്റ് തന്നെ അവന് വീഡിയോയിൽ ഇടും. ഞാൻ പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പഴനിയിലേക്കുള്ള ട്രെയിൻ കയറുന്നത്. രാവിലെ ഞങ്ങളൊരു 4 മണിക്കൊക്കെ എണീറ്റ് റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു പോകാനായിട്ട്. അത് തന്നെ കൊണ്ട് തന്നെ ഭയങ്കര ടയേർഡായിട്ട്, കാരണം നമ്മൾ രാത്രി ഒന്നും ഉറക്കില്ലല്ലോ നേരത്തെ, കാരണം ട്രെയിനെങ്ങാനും മിസ്സായാലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് എന്തായാലും ട്രെയിൻ കിട്ടി. നോക്കുമ്പോൾ ഒരു കുട്ടിയില്ല ട്രെയിനിൽ, ഫുൾ സീറ്റും കാലിയായിരിക്കുമായിരുന്നു. പഴനിയിലേക്ക് പോകാൻ തിരക്കുണ്ടായിരുന്നില്ല. റെയിൽവേ സ്റ്റേഷൻ സാധാരണ ഈ സമയത്തൊക്കെ ഈ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ നല്ല ആൾക്കാരുള്ളതാണ്. നേരത്തെ ആയത് തന്നെ കൊണ്ടായിരിക്കും തോന്നുന്നു തിരക്ക് കുറവ്. ആളുകളുടെ തിരക്ക് കുറവാണെങ്കിലും വണ്ടിക്ക് ഒരു കുറവുമില്ല. അവിടെ നോക്കുക എന്തോരം ബൈക്കാണ് നിൽക്കണമെന്ന്. കമ്പനികളിൽ പോലും ഇത്രയും ബൈക്ക് ഉണ്ടാവില്ല, അത്രയധികം വണ്ടികളുണ്ട് അതിനകത്തായിട്ട്. എനിക്ക് തോന്നുന്നു ഈ നൈറ്റ് വർക്ക് ചെയ്യുന്നവരടക്കം അവിടെ ബൈക്ക് കൊണ്ട് നിർത്തിയിട്ട് പോയത് കൊണ്ടായിരിക്കുമോ എന്നറിയില്ല. എന്തായാലും ആ രാവിലെ പോകുമ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു, നല്ല തണുത്ത കാറ്റും ഒക്കെ ആയിട്ട്. 4 മണിക്ക് അടിച്ചത് കൊണ്ട് ബോഗി മുഴുവൻ കാലിലേക്ക് കിടക്കുന്നതിനും കൊണ്ടും സുഖമായിട്ട് എല്ലാവരും അവിടെ കിടന്നുറങ്ങി. നമുക്ക് പിന്നെ വീഡിയോ എടുക്കണമല്ലോ. എന്തായാലും നമ്മൾ പഴനി വരെ പോകുമല്ലേ. അപ്പോൾ പാലക്കാട് തൊട്ട് പഴനി വരെ എങ്ങനെയാണ് പോണത് ഓരോ സ്ഥലവും. നമ്മൾ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ട്രെയിൻ കയറിയത്. പഴനിക്ക് പാലക്കാട് നിന്ന് പോണവരാണെങ്കിൽ 6:10-നാണ് ട്രെയിൻ. ഇപ്പം നമ്മൾ എത്തിയത് പാലക്കാട് ടൗൺ സ്റ്റേഷൻ. നമ്മൾ കയറിയത് ഒലവക്കോട്ട് നിന്ന്, അടുത്തത് പാലക്കാട് ടൗൺ. ഇത് ചെറിയ സ്റ്റേഷനാണ്, ഇതിലധികം അങ്ങനെ നിർത്താറില്ല. പാലക്കാട് സ്റ്റേഷനും ഒലവക്കോട് സ്റ്റേഷനും തമ്മിൽ ഒരു 5 മിനിറ്റിൻ്റെ ഗ്യാപ്പ്, അത്രയും ദൂരം ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഒലവക്കോട് സ്റ്റേഷനാണ് വലിയ സ്റ്റേഷൻ. എല്ലാവിടേക്കും അധികവും ട്രെയിൻ അവിടെ നിന്നാണ് പോകുന്നത്. പാലക്കാട്ടിലെ മെയിൻ സ്റ്റേഷൻ ഒലവക്കോട് സ്റ്റേഷനാണ്. ഈ പാലക്കാട് ടൗണിലുള്ളതിന് ഒരു 5 മിനിറ്റൊക്കെ, അധികം 5 മിനിറ്റ് അവിടെ 2 മിനിറ്റ് അത്രയൊക്കെ നിർത്താറുള്ളൂ. അതും എല്ലാ ട്രെയിനും അതുവഴി പോകാറില്ല. അപ്പോൾ ഈ പാലക്കാട് ടൗൺ സ്റ്റേഷനിൽ അത്രയും ആളുകളൊന്നും ഉണ്ടാവാറില്ല. അത്യാവശ്യം ഇപ്പോൾ തിരക്ക് കുറവായിരിക്കും അവിടെ. ആ കാണുന്നതാണ് പാലക്കാട് മെഡിക്കൽ കോളേജ്. അത് പിന്നെ ആ ബിൽഡിങ് നോക്കി. അതൊന്നല്ല, അതന്നെ. നല്ല മഞ്ഞുണ്ട്, നല്ല രസമല്ലേ കാണാൻ. ഇതാണ് യാക്കരപ്പുഴ. പാലക്കാട് ട്രെയിനിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സുഖമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ പാടങ്ങളുടെയൊക്കെ നടുക്ക് കൂടെ ആയിരിക്കും അധികവും ഈ ട്രെയിൻ പോകുന്നത്. അത് കാരണം കൊണ്ട് തന്നെ കാണാനും മനസ്സിനും എല്ലാം നല്ല സന്തോഷം തരുന്ന ഇതായിരിക്കും. ഈ ബസ്സിലൊക്കെ പോകുമ്പോൾ മറ്റുള്ള സൗണ്ടുകൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ. ഇത് അങ്ങനെയൊന്നും ഇല്ലാതെ പച്ചപ്പ് നിറഞ്ഞ, പിന്നെ അതിന് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ വർത്തമാനം പറഞ്ഞിട്ടുള്ള സൗണ്ട് ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ പുറമേ നിന്ന് ഒരു സൗണ്ടോ വണ്ടികളുടെ സൗണ്ടോ അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. പ്രത്യേകിച്ച് ഇപ്പോൾ രാവിലെ 6 മണിക്കൊക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രസമായിരിക്കും അവിടെയൊക്കെ കാണാനായിട്ട്.
കൂട്ടത്തിലൊരു ഹെഡ്സെറ്റ് വെച്ചിട്ട് നല്ല മെലഡി ആയിട്ടുള്ള പാട്ടും കേട്ടിട്ടാണ് പോകണമെങ്കിൽ സ്വർഗം. യാത്ര അതുപോലൊരു സുഖമുള്ളൊരു പരിപാടി വേറെ ഉണ്ടാവില്ല. എനിക്ക് ഈ ബസ്സിൽ പോകുമ്പോഴാണെങ്കിലും ട്രെയിനിൽ പോകുമ്പോഴാണെങ്കിലും പൊതുവേ എനിക്ക് യാത്ര ചെയ്യുന്നത് അധികം ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. കാരണം എനിക്കിങ്ങനെ എന്താ പറയുക, വോമിറ്റിംഗ് ടെൻഡൻസി കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് തന്നെ എനിക്കിഷ്ടമല്ല. എന്നാലും ഞാനിങ്ങനെ പോകുമ്പോഴൊക്കെ അധികം ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ട് പോകാറുണ്ട്. അപ്പോൾ എനിക്കിഷ്ടമാണ്, അങ്ങനെ പോകാൻ ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് പുതുനഗരം സ്റ്റേഷനാണ്. ഈ പുതുനഗരമൊക്കെ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് എന്നുള്ളത് കൂടി ഞാൻ അറിയുന്നത് ഇപ്പോഴാണ്. കാരണം മിക്ക സമയം പുതുനഗരം ടച്ച് ചെയ്തിട്ടാണ് കൊല്ലങ്കോട് നമ്മൾ പോകാറ് ബസ്സിൽ. പക്ഷേ ഇതുവരെയും ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനൊന്നും കണ്ടിട്ടേ ഇല്ല. അത് എവിടെയാണെന്ന് പോലും അറിയില്ല. ഇപ്പോൾ ഇങ്ങനെ ട്രെയിനിൽ വന്നപ്പോൾ ഇതൊക്കെ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. പറഞ്ഞിട്ട് കാര്യമില്ല, പാലക്കാടാണ് ഇരിക്കുന്നതെങ്കിൽ കൂടി ഈ പാലക്കാട് മലമ്പുഴ കണ്ടത് ഈ കല്യാണം കഴിഞ്ഞ ശേഷമാണ്. അതിനേക്കാളും സീതാറും ഉണ്ടെന്ന് പറയും. അത് ഞങ്ങളുടെ അടുത്തുള്ളതാണ്. എന്നിട്ട് കൂടി ഞാൻ കണ്ടത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ്. എല്ലാവരും തിരുവനന്തപുരത്തു നിന്ന് വരെ സീതാറുണ്ട് കാണാൻ വരാറുണ്ട്. എന്നിട്ട് പോലും നമ്മൾ കാണുന്നത് സ്ഥലം കാണുന്നത് എൻ്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ സീതാറുണ്ട് കണ്ടത്. സ്റ്റേഷൻ എൻ്റെ സ്വന്തം നാട് കൊല്ലങ്കോട്. ഇത് ഊട്ടറ ഏട്ടനെ എപ്പോഴും കളിയാക്കുന്ന സ്ഥലമാണ്. ഇത് ഒരു ചെറിയ സ്റ്റേഷനാണ്. ഇതിലും അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അടുത്ത സ്റ്റേഷൻ മുതലമട. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഹൃദയ സിനിമയും വെട്ട സിനിമയൊക്കെ എടുത്ത ആ സ്ഥലമുണ്ടല്ലോ, അതാണ് അടുത്ത സ്റ്റേഷൻ. ഇതാണ് മുതലമട സ്റ്റേഷൻ. ഈ സ്റ്റേഷൻ എല്ലാവർക്കും പരിചയമുള്ളൊരു സ്റ്റേഷനാണ്. കാരണം എന്താണെന്നറിയോ, പ്രണവ് മോഹൻലാൽ അഭിനയിച്ച ഹൃദയം സിനിമയിലെ ഷൂട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള വെട്ടം സിനിമയില്ലേ, ആ വെട്ടം സിനിമയിൽ അതിലത്തെ നായിക ഓടി വരുന്നില്ലേ ട്രെയിനിൽ കയറാനായിട്ട് വെള്ളം ബോട്ടിലും കൊണ്ട്, അത് ഇവിടെയാണ്. പിന്നെ ഇതുകൂടാതെ കുറേ കല്യാണത്തിൻ്റെ ആൽബം, നമ്മൾ വീഡിയോസ് ഔട്ട്ഡോർ ഷൂട്ട് എടുക്കില്ലേ അത്, പിന്നെ അങ്ങനെ കുറേ ഇഷ്ടം പോലെ ആൽബം, അങ്ങനെ കുറേ വീഡിയോസ് ഫോട്ടോസും. കല്യാണത്തിനൊക്കെ മിക്കവരും ഞങ്ങളുടെ അവിടെയൊക്കെ ഉള്ള കല്യാണങ്ങളിൽ ഔട്ട്ഡോർ ഷൂട്ടിന് ഒരു ഫോട്ടോ എങ്കിലും ഇവിടെ ഈ സ്ഥലത്ത് വന്ന് എടുക്കാത്തത് ഉണ്ടാവുകയില്ല. അത്രയും നല്ല സൂപ്പർ സ്ഥലമാണ് അവിടെ. പാലക്കാട് വെച്ച് ഏതെങ്കിലും ഒരു സിനിമ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു പാട്ടിന് ഈ സ്ഥലം ഉണ്ടാകും. അതുപോലെ തന്നെയുള്ള സ്ഥലമാണ് ചിങ്ങഞ്ചിറ എന്ന് പറയും. കുറേ വള്ളികൾ ഇതുപോലെ ഇങ്ങനെ തൂങ്ങിക്കിടന്നിട്ട് ഒരു അമ്പലമൊക്കെ ഉള്ളത്. മിക്കവരും പാലക്കാട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സീതാർകുണ്ട്, ചിങ്ങഞ്ചിറ, അങ്ങനെ എന്താ പറയുക, പാലക്കാട് ഷൂട്ട് ഉണ്ടെങ്കിൽ ഈ 3 സ്ഥലം തീർച്ചയായിട്ടും എല്ലാ ആൽബം ആണെങ്കിലും മൂവിയിലാണെങ്കിലും ഉണ്ടാവും. പുലർച്ചെ 4 മണിക്കൊക്കെ എണീറ്റതുകൊണ്ടേ ഈ പ്രകൃതിയുടെ നാച്ചുറലായിട്ടുള്ള ഇങ്ങനെ കാറ്റ് വരുമല്ലോ, അതങ്ങനെ ആസ്വദിച്ച് സുഖമായി കിടന്നുറങ്ങുന്നതാണ്. ഈ തമിഴ്നാട് കേരളവും കൂടെ ബന്ധിപ്പിക്കുന്ന സ്ഥലം പറയില്ലേ, അത് മിക്ക ജില്ലകളിലും അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവും. അതേപോലെ പാലക്കാടും തമിഴ്നാടും കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് എല്ലാ ഭാഗമല്ല, ഈ കൊല്ലങ്കോട് കഴിഞ്ഞെന്ന് വെച്ചാൽ വണ്ടിത്താവളം, പിന്നെ മീനാക്ഷിപുരം, ഗോവിന്ദാപുരം, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അതിൽ ഏറ്റവും മീനാക്ഷിപുരമാണ് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ തമിഴ്നാട് ബോർഡർ എന്ന് പറയില്ലേ, ഇത് ഏറ്റവും ലാസ്റ്റായിട്ട് വരുന്ന സ്ഥലമാണ് കേരളത്തിൻ്റെ അതായത് പാലക്കാടിൻ്റെ. ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ, കേരകളുടെ നാട് എന്ന് നമ്മൾ പറയുന്നത് കേരളത്തെയാണല്ലോ. നമ്മൾ കറക്റ്റ് തമിഴ്നാട് പൊള്ളാച്ചി എത്തി. കേരകളുടെ നാടാണല്ലോ കേരളം. അങ്ങനെയാണല്ലോ നമ്മുടെ കേരളം എന്ന് പറയുന്നത്, അതുകൊണ്ടാണല്ലോ. പക്ഷേ ഞാൻ ഒരു നിമിഷം ഇത് കേരളമാണോ തമിഴ്നാടാണോ എന്ന് അറിയാതെ എനിക്ക് ശരിക്കും അത്രയും എന്താ പറയുക, ഈ ഫുൾ ഏക്കർ കണക്കിന് എന്താ പറയുക തെങ്ങ്, ഈ കേര എന്ന് പറയുന്നത് വന്നിട്ട് ഈ തെങ്ങിനെയാണല്ലോ പറയണത്. അത്രയും തെങ്ങ്, എന്താ നമ്മൾ കണ്ണെത്താത്ത ദൂരം പറയില്ല, അതുപോലെ തെങ്ങാണ്. അതും
ഈ ബസ്സിൽ പോകുമ്പോഴേ എനിക്ക് ഈ ഭാഗമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ പൊള്ളാച്ചി ഈ കുറേ ദൂരമുണ്ട്, അത്രയും ഭാഗം എനിക്കിഷ്ടമാണ്. കാരണം ഫുൾ രണ്ട് സൈഡും ഇത് വന്നിട്ട് റോട്ടിൽ പോകുമ്പോൾ രണ്ട് സൈഡും ഇങ്ങനെ കാണാൻ പറ്റും, ഇങ്ങനെ തെങ്ങാണ്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡ് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇത് ഒരു സൈഡ് ഇങ്ങനെയാണ്, ഇതേപോലെ തന്നെയാണ് അപ്പുറത്തെ സൈഡും ഉള്ളത്. ഫുൾ കാണുന്നുണ്ട് ഏക്കർ കണക്കിന് തെങ്ങാണ്, ആ സൈഡ് മുഴുവനും തെങ്ങാണ്. ഈ പാടത്തിൻ്റെ ഈ തെങ്ങിൻ തോപ്പിൻ്റെ ഇടയിലൂടെയാണ് ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ പോണത്. ശരിക്കും നല്ല രസമുണ്ട്. ഇത് കേരളമാണോ തമിഴ്നാടാണോ എന്ന് അറിയാൻ പറ്റുന്നില്ല. കാരണം കേരളത്തിൻ്റെ അടുത്ത് കിടക്കുന്നത് കാരണം കൊണ്ടാണോ എന്നറിയില്ല, ഫുൾ തെങ്ങാണ് ഇവിടുത്തെ കൃഷിയെ മെയിൻ തെങ്ങാണ്. അതും നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ കേരളത്തിൽ ഇത്ര തെങ്ങുണ്ടാവുമെന്ന് എനിക്കറിയില്ല, അത്രയധികം തെങ്ങാണ്. ഏക്കർ കണക്കിന്, എത്ര ഏക്കറാണെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. ഇപ്പം തന്നെ ഞാൻ എത്ര ദൂരം ഞാൻ വീഡിയോ എടുത്തു, അതും ട്രെയിനിൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം സ്പീഡിലല്ലേ പോവുക. ഈ കാണുന്നത് ഫുൾ തെങ്ങാണ്. എവിടെ നിന്ന് നോക്കിയാലും ഇത് ഈ സൈഡ് മാത്രമല്ല, അപ്പുറത്തെ സൈഡും ആ ലാസ്റ്റ് കാണുന്നത് ഫുൾ തെങ്ങാണ്. അതുപോലെ ഈ കാണുന്നത് ഇഞ്ചിയാണ്. ഈ ഭാഗത്ത് ഫുൾ നല്ല കുറേ കൃഷികളാണ് എല്ലാവരും ചെയ്യുക. ഇഞ്ചി, അതായത് ഈ വലിയ ഉള്ളിയില്ലേ, ഒണിയൻ, അത് ഇഞ്ചി, മഞ്ഞൾ, പിന്നെ കുറേ കുക്കുംബർ, അങ്ങനെ കുറേ ഐറ്റം കൃഷികളുണ്ടാകും. അതുപോലെ വേറൊരു സാധനമാണ് ഈ കാറ്റാടി. ഇത് എന്താ പറയുന്നത്, ഈ സോളാറാണ് തോന്നുന്നു, സോളാറാണ് തോന്നുന്നു ഇതിന് പറയുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, സോളാർ തന്നെ ആയിരിക്കാനാണ് സാധ്യത. അങ്ങനെ അറിയുന്നവരെ കമൻറ്റ് ചെയ്യണേ. ഇവർ ഈ സോളാറേ ഒരു കൃഷിയായിട്ടാണ് തോന്നുന്നത് ചെയ്യുന്നത്. കാരണം അത്രയും ഉണ്ട്, ഏക്കർ കണക്കിന് സ്ഥലത്ത്. അപ്പം ഇത് ഞാൻ ഒരു സൈഡാണ് എടുത്തിരിക്കുന്നത്. ഈ കാണുന്നതുണ്ടോ, സൈഡിൽ മുഴുവനും ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന കുറ്റി കുറ്റിയായിട്ട് കാണുന്ന ചെടി കണ്ടോ, ആ ചെടി മുഴുവനും ഇഞ്ചിയാണ്. അതിൻ്റെ പുറകിൽ ഫുൾ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് ലാസ്റ്റ് കാണുന്ന ആ പച്ചപ്പ് മുഴുവനും തെങ്ങാണ്. അവിടെയാണ് ഫുൾ ഈ സോളാറിൻ്റെ ഇതുള്ളത്. നീലനിലാവിൽ പുഴയിലെ മീനുകൾ മിലിപൊത്തി കളിക്കണ നേരം, കാർത്തികരാവിൽ കളരിയിൽ നീലെ കൽവിളക്കെരിയണ നേരം, മാമ്പൂക്കൾ വിരിയും കൊമ്പിൽ മലയെണ്ണാനൊരു സജാട്ടം, പൂവാടി പയ്യോടൊപ്പം കുശലം ചൊല്ലാൻ സന്തോഷം, നാട്ടുമഞ്ഞിൽ കുളിച്ചൊരുങ്ങി നന്ദുണിയിൽ ശ്രുതി നീട്ടി, അയലത്തെ മണത്തത്തെ വായം, തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും തൊഴുകയായി വിരിയണ മലനാട്, വേലയും പൂരവും കൊടിയേറും കാവിൽ വെളിച്ചപ്പാടുറങ്ങണ വള്ളുവനാട്, ഒരു വേളിപ്പെണ്ണായി ചമഞ്ഞൊരുങ്ങും നല്ലൊരു നാട്, നല്ലൊരു നാട്. കോപ്പി റേറ്റ് വരുന്നത് കാരണം കൊണ്ട്, ചെറുതായിട്ട് പാടാൻ അറിയുന്നത് കാരണം കൊണ്ട് ഞാൻ ഈ പാട്ട് പാടിയത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കണേ. അങ്ങനെ ഞങ്ങൾ പഴനി റെയിൽവേ സ്റ്റേഷനെത്തി. കല്യാണം മണ്ഡപത്തിലാണോ അതോ ഇനി മുരുകൻ്റെ ക്ഷേത്രത്തിലാണോ എന്നറിയില്ല. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ബസ്സിന് പോകണം എന്നാൽ മാത്രമേ അറിയുള്ളൂ. നമ്മൾക്ക് ഇവിടെ നിന്ന് പഴനി തൊഴാൻ വരുന്നവർക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഈ കുതിര സവാരി വഴി പോകാൻ പറ്റും. നിറയെ കുതിര വണ്ടി ഉണ്ടായിരുന്നു അവിടെ. അതുകൂടാതെ ഓട്ടോ, പിന്നെ ബസ് അത്യാവശ്യമേ ഉള്ളൂ. അപ്പോൾ ബസ്സിന് നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിനേക്കാളും കുറച്ചധികം പേരുണ്ടെങ്കിൽ ഓട്ടോ പിടിച്ച് പോകുന്നതാണ് നല്ലത്. അവിടെ നിന്ന് പിടിക്കുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണ്, അല്ലാതെ വേറെ വഴിയില്ല. കുറച്ച് താഴോട്ട് കുറേ ദൂരം നടന്ന ശേഷം പിന്നെ ഓട്ടോ പിടിക്കുന്നതാണ് കുറച്ചുകൂടെ ചാർജ് കുറവായിരിക്കും. ഈ പഴനി റെയിൽവേ സ്റ്റേഷൻ കാണാൻ അത്യാവശ്യം നല്ല വലിയ റെയിൽവേ സ്റ്റേഷനാണ് തോന്നുന്നു. കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് നല്ല വൃത്തിയും മെനയൊക്കെ ഉണ്ട്. നല്ല വലിയതായിരുന്നു പറയാൻ കാരണം, കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും വൃത്തി തോന്നിയിട്ടില്ല. പഴനി ബസ് സ്റ്റാൻഡ്, അവിടെ നിന്ന് ഓട്ടോ പിടിച്ചാൽ ചാർജ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് എനിക്കറിയും പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ ദൂരം ഏട്ടൻ നടത്തി കൂട്ടിയിട്ട് വന്നു. അടുത്ത് ബസ് സ്റ്റാൻഡാണ്. അവിടെ നിന്ന് കുറച്ച് ദൂരം, ഒരു 10 രൂപയൊക്കെ ഒരാൾക്ക് വരുള്ളൂ ബസ്സിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്ക് നല്ല പരിചയമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പടം നയിക്കുന്ന നായകനെ പോലെ ഫ്രണ്ടിൽ ഏട്ടൻ നടന്നു. കുറച്ച് വലിയ കാര്യത്തിൽ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു ആരിനേക്കോ. എന്നിട്ട് ഞങ്ങളിങ്ങനെ കൂട്ടിയിട്ട് പോയി. ഇതാണ് പഴനി ബസ് സ്റ്റാൻഡ്. ഇതിനകത്ത് ഇപ്പുറത്തെ സൈഡ് കുറേ പാർട്ടിക്കാരുടെയൊക്കെ ഫ്ലെക്സേഴ്സ് ഉണ്ട്, അപ്പുറത്തെ സൈഡ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന
സിനിമാ നടൻ വിജയിൻ്റെ ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. വിജയിനെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമല്ലോ. എന്തായാലും കല്യാണത്തിനല്ലേ പോകണമെന്ന് പറഞ്ഞാൽ ചേച്ചി കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങി. ഏട്ടനാണെങ്കിൽ കാശ് മുടക്കാൻ പണിയായിട്ട് 150 രൂപ എന്നൊക്കെ പറഞ്ഞപ്പോൾ മൈൻഡ് ചെയ്യാണ്ട് നോക്കി നിൽക്കുകയാണ്. പിന്നെ ചേച്ചി വാങ്ങി തന്നത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളങ്ങ് പോയി. ഇതാണ് കല്യാണ മണ്ഡപം. പെൺകുട്ടി കേരളത്തെയും ചെറുക്കൻ വന്നിട്ട് തമിഴ്നാട്ടിലത്തെയാണ്. അത് കാരണം കൊണ്ടാണ് തമിഴ്നാട്ടിൽ കല്യാണം കഴിക്കുന്നത്. ഇതാണ് കല്യാണ ചെറുക്കനും പെണ്ണും. അപ്പം ഞങ്ങൾ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ നിന്ന് കഴിഞ്ഞപ്പോൾ കുറേ കുട്ടികൾ വന്ന് കയറി നിന്നു. അവരോടാണെങ്കിൽ ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് പോകുന്നുമില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ശരി കുട്ടികളല്ലേ എന്ന്. പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു ഫോട്ടോ എടുത്തു. ആ കാണുന്നതാണ് പഴനി അമ്പലം, മുരുകൻ്റെ അമ്പലം. അപ്പോൾ നമ്മളിനി അടുത്ത അവിടേക്കാണ് പോണത്. തൊഴാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പഴനി തൊഴുന്നതാണ് കാണിക്കുന്നത്. ബൈ.